നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നേർ, സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. മെയ് 8 ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 8 അന്ന് ലാഫിംഗ് ബുദ്ധയുടെ ജന്മദിനമാണ്. അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ലാഫിംഗ് ബുദ്ധ ഉണ്ടാകും. ആ ലാഫിംഗ് ബുദ്ധയെ മെയ് 8 നമ്മളൊന്ന് ആരാധിച്ചാൽ വളരെ പവർഫുള്ളാണ്. ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ മെയ് 8 നിങ്ങളെല്ലാവരും ലാഫിംഗ് ബുദ്ധ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന രീതിയിൽ അതിനൊന്ന് ആരാധിക്കാൻ ശ്രമിക്കുക. കൂടാതെ സൂര്യദേവ മഠം കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര ജയന്തി, അതായത് ലാഫിംഗ് ബുദ്ധ ജയന്തി, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് അത് ആഘോഷിക്കുന്നുണ്ട്. പുഷ്പാഭിഷേകവും കുബേര ഹോമവും അതേപോലെ തന്നെ കുബേരാർച്ചനയും ഒക്കെ മെയ് 8, അതായത് വരുന്ന വെള്ളിയാഴ്ച ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ശനിയാഴ്ചയും കുബേര പൂജയുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും അതിന് ചെറിയൊരു എമൗണ്ട് ഉണ്ട്, അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലും നാളിലും കുബേര പൂജ അല്ലെങ്കിൽ കുബേര ഹോമം അല്ലെങ്കിൽ പുഷ്പാഭിഷേകം എന്തുകൊണ്ടോ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ വീട്ടിൽ കുബേരൻ ലാഫിംഗ് ബുദ്ധ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാം. ലാഫിംഗ് ബുദ്ധ നമുക്ക് എടുക്കുക, ഇടത് കയ്യിൽ വയ്ക്കുക, ഒരു ബക്കറ്റിൽ കുറച്ച് റോസ് വാട്ടർ ഒന്ന് എടുക്കുക. റോസ് വാട്ടറോ അല്ലെങ്കിൽ പനിനീരോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് തുളസിയിലായിട്ട് അതെടുത്താലും മതി. ഒരു 3 പ്രാവശ്യം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക വെള്ളം. 3 പ്രാവശ്യം, ഇത് 3 ഗ്ലാസ്സായിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 3 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ ഒഴിക്കുക. എന്നതിന് ശേഷം ഒരു ചന്ദനത്തിരി കത്തിക്കുക, ഇങ്ങനെ പിടിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ ആദ്യം 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം, 9 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഇതിനെ നമുക്കൊരു മഞ്ഞ തുണി വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കുക. നമുക്ക് സാധാരണ ഇത് വയ്ക്കുമ്പോൾ പ്രധാന വാതിലോട്ട് നോക്കിയാണ് വയ്ക്കേണ്ടത്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ കിഴക്കോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിക്കകത്തോ എവിടെയെങ്കിലും വച്ചതിന് ശേഷം ഒരു പീഠത്തിൽ കുറച്ച് മഞ്ഞ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുന്നിൽ നമുക്ക് നിവേദ്യം കൊടുക്കാം. നിവേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡുവോ ജിലേബിയോ അല്ലെങ്കിൽ എന്ത് സ്വീറ്റ്സോ ഡ്രിങ്ക്സോ എന്തുകൊണ്ടോ നമുക്ക് കൊടുക്കാൻ പറ്റും. പല ആൾക്കാരും കൊക്കോക്കോളയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് പ്രൊട്ടടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അതിനെ ഒരു ചന്ദനത്തിരി കത്തിച്ച് ആരാധിക്കുക. പറ്റുമെങ്കിൽ ഈ ചുമന്ന കളറിലുള്ള മെഴുകുതിരി കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ പവർഫുൾ. നമുക്ക് ആ മെഴുകുതിരിയുടെ കളർ ചുമപ്പായിരിക്കണം, അത് കിട്ടുമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അങ്ങനെ വച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന രീതിയിലാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് കുറച്ച് സാമ്പത്തികമാണ് വേണമെങ്കിൽ എനിക്ക് സാമ്പത്തികം കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം. ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് ഓൾറെഡി പ്രസൻറ്റ് കണ്ടീഷനാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ. നമുക്ക് അത് നേടിത്തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ലാഫിംഗ് ബുദ്ധ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെടുത്ത് വച്ചിട്ട് ഈ രീതിയിൽ ചെയ്യുക. ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് ഈ ലാഫിംഗ് ബുദ്ധ എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇപ്പം പറഞ്ഞതുപോലെ എനർജൈസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പ്രധാന വാതിലോട്ട് നോക്കിയിരിക്കുന്ന ലാഫിംഗ് ബുദ്ധ എല്ലാ ആഴ്ചകളും, അല്ലെങ്കിൽ നമുക്ക് വിശേഷിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ലാഫിംഗ് ബുദ്ധയെ കയറി പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള എനർജി ഡിസ്ചാർജ് ആയിപ്പോൾ. അപ്പം നമുക്ക് ആഴ്ചതോറും നമുക്ക് ഈ ലാഫിംഗ് ബുദ്ധയെ എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയും അതും ഈ സെയിം രീതിയിലാണ്. റോസ് വാട്ടർ ഒഴിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും 9 പ്രാവശ്യം ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പ്രധാന വാതിലോട്ട് നോക്കി വയ്ക്കണം. നമ്മൾ മെയ് 8 ഇതിൻ്റെ ജന്മദിനമായതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പീഠമൊക്കെ ഒരുക്കി അതിനകത്ത് വെച്ച് നല്ല നല്ല നിവേദ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വേണം നമ്മളതിനെ പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാവോ, വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം, അത് വാസ്തു സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷനും കൂടെ എനിക്ക് അയച്ചു തരിക. ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്കിതിന് വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എനർജൈസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം വാടക വീടായിരുന്നാലും അല്ലെങ്കിൽ ഒറ്റ വീടായിരുന്നാലും ഏത് വീടായിരുന്നു, സ്വന്തം വീടായിരുന്നു ഏത് വീടായിരുന്നാലും പഴയതോ പുതിയതോ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ വല്ലാത്ത
അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകുക, ഭാര്യയും ഭർത്താക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പഠിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ആ വീട് എനർജൈസ് അല്ലാത്തത് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂം നമുക്ക് സൂട്ടബിൾ അല്ലാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8. ഇതിൽ ഒരു വ്യക്തിക്ക് 4 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ആ വീടിൻ്റെ ഏത് റൂം ഉപയോഗിക്കണം, എങ്ങോട്ട് തലവച്ച് കിടക്കണം, നമ്മൾ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഫെങ്ഷുയി. അത് വീടിന് ഇടിക്കാതെയും വേറെ ഒരു പ്രശ്നം ചെയ്യാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ വീടിൻ്റെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് സ്റ്റോണൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷനിലേക്ക് വാട്സാപ്പ് ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡ് പറ്റി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. പിന്നെ മറക്കരുത്, ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ഈ മെയ് 8 നിങ്ങൾക്ക് അർച്ചനയോ അല്ലെങ്കിൽ പുഷ്പാഭിഷേകമോ കുബേരഹോമോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രവും കൂടെ ഇതിലോട്ട് വാട്സാപ്പ് ചെയ്തോളൂ. അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി, നമസ്കാരം.